സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചതോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡിലെ കൗൺസിലർക്ക് മാത്രമേ ഇത്തവണ സ്വന്തം വാർഡിൽ മത്സരിക്കാൻ സാധിക്കൂ. 22ാം വാർഡിലെ കൗൺസിലർ മീരാ ദർശകന് പാർട്ടി നിർദ്ദേശിച്ചാൽ ഇത്തവണയും സ്വന്തം വാർഡിൽ തന്നെ മത്സരിക്കാം. മറ്റുള്ളവർക്കെല്ലാം ഇത്തവണ സ്വന്തം തട്ടകത്തിൽ നിന്ന് മാറി മത്സരിക്കേണ്ടി വരും. 75 വാർഡുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. കഴിഞ്ഞ തവണ പുരുഷന്മാർ മത്സരിച്ച വാർഡുകളെല്ലാം ഇത്തവണ നറുക്കെടുപ്പിൽ വനിതാ സംവരണ വാർഡുകളായി. അതുകൊണ്ട് തന്നെ ആർക്കും സ്വന്തം തട്ടകത്തിൽ ഇത്തവണ മത്സരിക്കാനാകില്ല. എന്നാൽ 22ാം വാർഡിൽ സ്ഥിതി വേറെയാണ്. വനിതാ സംവരണ വാർഡിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച മീരാ ദർശകന് ഇത്തവണയും നറുക്കു വീണു. പാർട്ടി തീരുമാനിച്ചാൽ ഇത്തവണയും ഈ വാർഡിൽ തന്നെ മീരാ ദർശകന് വീണ്ടും മത്സരിക്കാം. കോർപ്പറേഷന്റെ കിഴക്കൻ മേഖലയായിട്ടുള്ള കൂട്ടിച്ചേർത്ത പ്രദേശം എന്നുള്ളതിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ, നമ്മളുടെ ആ വർക്കിനനുസരിച്ച് പരിധി വരെ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളൊരു ഇതാണുള്ളത്. കോർപ്പറേഷനിലെ പിന്നോക്ക പ്രദേശമായ കോവൂരിൽ താൻ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് കൗൺസിലറുടെ അവകാശവാദം. ഒരവസരം കൂടി ലഭിച്ചാൽ വോട്ടർമാർ തന്നെ കൈവിടില്ലെന്നും മീര പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.